ഹായ്. സാറില്ലേ? ആ ഉണ്ട്. കേറി വാ. ആരാ മീരെ? അല്ലി ചേച്ചി അച്ഛനോ ഏട്ടാ? അത് ശരി, എനിക്കിപ്പോ ഇവളുടെ അച്ഛനെന്നുള്ള അഡ്രസ് മാത്രമായോ? ആ സാർ. വിശ്വനാഥ് സാറോ? ഇതെന്താ വലിയ അതിശയായിരിക്കുന്നല്ലോ. കേറി വാ. എന്തുപറ്റി? ഒന്നുമില്ല, ചേച്ചി കേറി വാ. ഇരിക്കേ. സാറ് ജോലിയില്ലായിരുന്നോ? ഞങ്ങൾ വന്നത് സാറിന് ശല്യമായോ? അത് പിന്നെ ശല്യോ? ഇല്ല, ഞങ്ങളിപ്പൊ നിങ്ങളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞങ്ങളെ കുറിച്ചോ? അതേന്നേ. മീരെ, അത് ഞങ്ങളെ കുറിച്ച് എന്താ കുറ്റം വല്ലതാണോ പറഞ്ഞോണ്ടിരുന്നത്? ഈ ശ്രീയേട്ടൻ പറയുവാ. മീരെ, നീ വെറുതെ എന്തിനേട്ടാ മടിക്കുന്നേ? നമ്മള് തമ്മിൽ സംസാരിച്ച കാര്യല്ലേ? എന്താ നിങ്ങൾ തമ്മിലൊരു തർക്കം? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് സംസാരിച്ചാലും അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നു എന്നതിന് തെളിവാണല്ലോ അത്. അതൊന്നും അല്ല അങ്കിളെ, ഈ ശ്രീയേട്ടൻ പറയുവാ നിങ്ങളെ പോലെ ഒരു നല്ല ഫാമിലി അടുത്തുണ്ടായത് ഒരു ഭാഗ്യാന്ന്. അതുകൊണ്ട് മാത്ര ശ്രീയേട്ടൻ ഇവിടെ വീടെടുത്തേന്ന്. അയ്യോ, ഇതെന്താ ഇരിക്കാത്തെ? ഇരിക്കുന്നേ. മീരെ, നോക്കി നിൽക്കാതെ ചായ എടുക്ക. അയ്യോ, ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാലൊന്നും പറ്റില്ല. ഈ വീട്ടില് വരുന്നവർക്കുള്ള ശിക്ഷയാ എന്റെ ചായ. ആ ശിക്ഷ സ്വീകരിക്കാതെ ഒരാളെയും വിടുന്ന പ്രശ്നമില്ല. ഞാൻ കാലങ്ങളായി ദിവസവും അനുഭവിക്കുന്ന ശിക്ഷയല്ലേ, നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്ക്. അങ്കിളെ, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രീയേട്ടന് ഞാനൊരു മാർഗം പറഞ്ഞു കൊടുത്തു. അത് സ്വീകരിക്കുന്നില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതെ, എന്തു വഴിയാ മോളെ ഏട്ടന് ഉപദേശിച്ചു കൊടുത്തത്? ഒരു കല്യാണം കഴിക്കാൻ. സ്വന്തം ഭാര്യ എന്ത് കഷായം കലക്കി കൊടുത്താലും നല്ല മധുരമുള്ളതായിട്ടല്ലേ തോന്നൂ? ഓ, ആ അതൊരു നല്ല മാർഗമാണ്. പിന്നെ വേണമെങ്കിൽ സാറിന് വേറൊരു രക്ഷാമാർഗമുണ്ട്. അതെന്ത് വഴി? അനിയത്തിയെ ഒരു കല്യാണം കഴിപ്പിച്ചയക്ക്. അതോടെ ഈ ശിക്ഷയിൽ നിന്ന് സാർ രക്ഷപ്പെടുമല്ലോ. അത് ശരിയാ അങ്കിളേ. ആ സാറേ, ഞങ്ങൾ വന്നത് വേറൊരു കാര്യത്തിന്. മോളെ, അതങ്ങോട്ട് കൊടുക്ക്. സർ, അന്ന് തന്ന പണം തക്ക സമയത്ത് സഹായിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. താങ്ക്സ്. ആ സമയത്ത് ശ്രീസാർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഭാഗ്യമായി. അല്ലെങ്കിൽ എൻ്റെ മോളിപ്പോ വല്ല ജയിലിലും കിടന്നേനെ. സാർ ചെയ്ത സഹായം ഒരു കാലത്തും ഞങ്ങൾ മറക്കില്ല. ഇത് ഇത്ര തിടുക്കം കൂട്ടി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ തിടുക്കം കൂട്ടിയതൊന്നും അല്ല സർ. അന്ന് മോഷണം പോയ പണം തന്നെ ഇത്. അതെങ്ങനെ തിരികെ കിട്ടി? മോഷ്ടിച്ചവരെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്റെ ഭാഗ്യത്തിന് അവരാ പാക്കറ്റ് പൊട്ടിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അതൊരു മഹാഭാഗ്യാണല്ലോ. പണം അതേപടി തിരികെ കിട്ടുക ഇതൊരു അപൂർവ സംഭവം തന്നെയാ. നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം.